കരുതൽ 2025 പെൺകുട്ടികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയും ജില്ലാ പോലീസും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബോധവൽക്കരണ പരിപാടി നടത്തിയത്. ആലപ്പുഴ ജില്ലാ നിയമസേവന അതോറിറ്റിയും ജില്ലാ പോലീസും ചേർന്നാണ് കരുതൽ 2025 എന്ന പേരിൽ പെൺകുട്ടികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സബ് ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദിത്തമാണ് ഭരണഘടന എഴുതിയിരിക്കുന്നവർ എഴുതി ചേർത്തതാണ് അന്നേ. അപ്പൊ ആ ഒരു ലക്ഷ്യം കൂടി ആ ഭരണഘടനയുടെ ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയും വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മികച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ ക്ലാസ്സിന് അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിന്, നിങ്ങളുടെ വീട്ടില്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന്. കായംകുളം ഡിവൈഎസ്പി ഡി ബിനുകുമാർ വിഷയം അവതരിപ്പിച്ചു. സമൂഹത്തിൽ പുരുഷനൊപ്പം തുല്യസ്ഥാനം കൊടുക്കുന്ന ഒരേ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമേ. അതിന് വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ച ഒരു വരി ഇങ്ങനെയാണ്: മാൻ ആൻഡ് വിമൻ ആർ ദ ടു വിങ്സ് ഓഫ് എ സെയിം സൊസൈറ്റി which does not fly together, the society will not progress. ഒരു സമൂഹമാകുന്ന പക്ഷിയുടെ ഇടത് ചിറകും വലത് ചിറകും, രണ്ട് ചിറകുകളാണ് സ്ത്രീ പുരുഷൻ. ഈ രണ്ട് ചിറകും ഒരുമിച്ച് പറന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹം ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല എന്ന് പറയും. അതിൻ്റെ അർത്ഥം 1500 BC ആര്യന്മാർ ഇന്ത്യ കുടിയേറി പാർക്കുമ്പോൾ ഇന്ത്യയിൽ 4 ജാതികളെ. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലീഗൽ കോർഡിനേറ്റർ രാജീവ് AP, കാർത്തികപ്പള്ളി, ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി മനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആശ P, SI അനിത, CPO ദീപ തുടങ്ങിയവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.